പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS ഡിപ്ലോമ പാരാമെഡിക്കൽ ഫാർമസി ഹെൽത്ത് ഇൻസ്പെക്ടർ ഡിപ്ലോമ കോഴ്സ് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകൾ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇതിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഓരോ ഘട്ടങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് അപ്ഡേഷൻസ് ലഭിക്കുന്നതായിരിക്കും. ഇതിലേക്കുള്ള ആപ്ലിക്കേഷൻ എന്ന് ആരംഭിക്കും എന്ന കാര്യം അറിയാൻ വേണ്ടി കഴിഞ്ഞ ദിവസം LBS ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അറിയിച്ചത് ഈ ഒരു വീക്കിലല്ല, നെക്സ്റ്റ് വീക്കിലായിരിക്കും ഇതിലേക്കുള്ള ആപ്ലിക്കേഷൻ ആരംഭിക്കുക എന്നാണ്. പിന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, LBS നഴ്സിംഗ് ആൻഡ് BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾ ഇതിലേക്ക് രണ്ടാമതൊരു ആപ്ലിക്കേഷൻ നൽകേണ്ട ആവശ്യമുണ്ടോ? പഴയ ഒരു ഡിഗ്രി ആപ്ലിക്കേഷൻ തന്നെ പരിഗണിച്ച് അഡ്മിഷൻ ലഭിക്കുമോ എന്നുള്ള കാര്യം. ഡിഗ്രി ആപ്ലിക്കേഷൻ കൊണ്ട് മതിയാകുന്നതല്ല, ഇതിലേക്ക് ഡിപ്ലോമ കോഴ്സിലേക്ക് രണ്ടാമതൊരു ആപ്ലിക്കേഷൻ നൽകേണ്ടതാണ്. അങ്ങനെ അപ്ലൈ ചെയ്യുന്നവരെ മാത്രമേ അഡ്മിഷന് വേണ്ടി പരിഗണിക്കുകയുള്ളൂ. 16 കോഴ്സുകളിലേക്കാണ് ഇതുവഴി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുക. ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്നുള്ളത് ഇവിടെ നൽകിയിട്ടുണ്ട്. ഏതൊക്കെയാണ് അവ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാം. കേരളത്തിൽ PSC വഴി ഗവൺമെൻറ് ജോലികളിലേക്ക് പലതിലേക്കും ഇത് തന്നെ ഈ ഒരു ഡിപ്ലോമ കോഴ്സ് തന്നെയാണ് ഇപ്പോഴും യോഗ്യത. പല ഗവൺമെൻറ് തസ്തികകളിലേക്കും PSC വഴി അപ്ലൈ ചെയ്ത് ജോലി നേടിയെടുക്കാനുള്ള വലിയൊരു അവസരമാണ് ഇത്തരം കോഴ്സുകൾ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് മുന്നിലുള്ളത്. എന്നാൽ വിദേശ രാജ്യങ്ങളിലാണ് നിങ്ങൾ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഡിഗ്രി കോഴ്സുകൾ, ഡിപ്ലോമ കോഴ്സുകളല്ല, ഡിഗ്രി കോഴ്സുകൾ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും ഉചിതം. എന്നാൽ ഇതിൽ ചില കോഴ്സുകളുടെ ഡിഗ്രി കോഴ്സുകൾ സംസ്ഥാന സർക്കാർ കേരളത്തിൽ നടത്തുന്നില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇവിടെ 4ാമതായി നൽകിയിട്ടുള്ള റേഡിയോളജി കോഴ്സ് ഒഴികെ ബാക്കിയുള്ള എല്ലാ കോഴ്സുകളും 2 വർഷത്തെ കോഴ്സുകളാണ്. റേഡിയോളജി കോഴ്സ് 3 വർഷ ഡിപ്ലോമ. ഇനി 16 കോഴ്സുകൾ ഏതൊക്കെ എന്നുള്ളത് നോക്കാം. ഓരോ കോഴ്സുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ടോട്ടൽ സീറ്റ്, ഫീസ്, ഇതുമായെല്ലാം ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസുകൾ അടങ്ങിയിട്ടുള്ള വീഡിയോ പിന്നീട് ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഒന്നാമതായിട്ട് നൽകിയിട്ടുള്ള കോഴ്സ് ഡിപ്ലോമ ഇൻ ഫാർമസിയാണ്, 2 വർഷത്തെ കോഴ്സാണ്. രണ്ടാമത്തത് ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സാണ്. മൂന്നാമത്തത് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയാണ്. 4ാമതായിട്ട് നൽകിയിട്ടുള്ള കോഴ്സാണ് 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് റേഡിയോ ഡയഗ്നോസിസ് ആൻഡ് റേഡിയോ തെറാപ്പി ടെക്നോളജി. 5ാമത്തെ കോഴ്സ് റേഡിയോളജിക്കൽ ടെക്നോളജി. അടുത്ത കോഴ്സ് 6ാമത്തെ കോഴ്സ് ഒഫ്താൽമിക് അസിസ്റ്റൻറ്റ്. 7ാമത് ഡെൻ്റൽ മെക്കാനിക്സ്. 8ാമത് ഡെൻ്റൽ ഹൈജീൻ. 9ാമത് ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി. 10ാമതായി കാർഡിയോവാസ്കുലാർ ടെക്നോളജി. 11 ന്യൂറോ ടെക്നോളജി. 12 ഡയാലിസിസ് ടെക്നോളജി. 13 എൻഡോസ്കോപ്പിക് ടെക്നോളജി. 14 ഡെൻ്റൽ ഓപ്പറേഷൻ റൂം അസിസ്റ്റൻറ്റ്. 15 റെസ്പിറേറ്ററി ടെക്നോളജി. ഏറ്റവും അവസാനം സെൻട്രൽ സ്റ്റെറിലൈസേഷൻ ടെക്നോളജി. അങ്ങനെ 16 കോഴ്സുകളാണ് ഉള്ളത്. ഈ വർഷത്തെ വിവിധ LBS ഡിപ്ലോമ കോഴ്സ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകൾ അറിയാൻ വേണ്ടി ചാനലിൻ്റെ കൂടെ നിൽക്കാവുന്നതാണ്. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.